മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ മതേതര പാർട്ടികൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഭാവിയിൽ മതേതര പ്രസ്ഥാനങ്ങൾ ഇല്ലാതാവുകയും മതസംഘടനകൾ ശക്തി പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം മതസംഘടനകളെ അകറ്റി നിർത്താൻ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. നാട്ടിൽ പുലരേണ്ടത് ജനാധിപത്യമാണ്, അല്ലാതെ മതമല്ല. മതം മനുഷ്യനെ എന്നും തമ്മിലടിപ്പിച്ചിട്ടേ ഉള്ളൂ. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ളത്. ദൈവം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തമ്മിലടിക്കാൻ വേണ്ടി? ഏകമായൊരു ദൈവമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ആ ദൈവത്തിൻ്റെ പേരിൽ മതങ്ങളുണ്ടാക്കി, ജാതികളുണ്ടാക്കി, മാനവ മൂല്യങ്ങളെയൊക്കെ ബലിയർപ്പിച്ചുകൊണ്ട് തമ്മിലടിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു. ഇതിനെതിരെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇനി ബോധപൂർവം നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നാടിന് ആപത്താണ്. മതസംഘടനകളെ അവരെ വഴിക്ക് വിടണം. അവർ രാഷ്ട്രീയത്തിൽ വരണ്ട. അവരുടേത് വിശ്വാസവും ഭക്തിയുമൊക്കെ ആ വഴിക്ക് പോകൂ. അതിൻ്റെ പേരിൽ മറ്റുള്ള ജനങ്ങളിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭക്തിപൂർവം ആരാധിക്കുകയോ ഭജിക്കുകയോ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാഷ്ട്രത്തിലുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ശാന്തി നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകും. രാഷ്ട്രീയം വേറെ, മതം വേറെ. മതസംഘടനകൾ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരാതിരിക്കാൻ നോക്കണം. ഭക്തിയിൽ പോവുക, ദൈവാരാധന നടത്തുക, ഈശ്വരനെ പ്രാപിക്കുക, ആ വഴിക്ക് പോകൂ. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളിൽ വന്ന് വിലപേശാനൊക്കെ നിൽക്കുന്നത് എന്തിനാണ്? എന്ത് വ്യക്തിയാണത്? എന്തിനാ ദൈവത്തിൻ്റെ പേരിൽ നാട്ടിൽ കലഹമുണ്ടാക്കുന്നത്? നാട്ടിൽ ശാന്തിയും സമാധാനവും പുലരട്ടെ. അതുകൊണ്ട് മതേതര പ്രസ്ഥാനങ്ങൾ ജാഗ്രതയോടുകൂടി, രാഷ്ട്രീയ പാർട്ടികൾ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ഈ മതസംഘടനകൾ അകറ്റി നിർത്തുക. കേരളം മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നാടാണ്. ഇവിടെ സ്നേഹവും സഹകരണവും പുലരണമെങ്കിൽ മതങ്ങളെ നിർത്തേണ്ടെങ്കിൽ നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞിരിക്കണം.